നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖ മേനൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരുടെയും സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. ടിപ്സും കാര്യങ്ങളൊക്കെ മുടങ്ങാതെ നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നാളെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന പാക്ക് ഏതാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഹെയർ മാസ്ക് കാണിച്ചു തരാം. അപ്പോൾ എന്നോട് ചോദിക്കുകയുണ്ടായിരുന്നു, ദിവസവും ചെയ്യണോ മാസ്ക് എന്നൊക്കെ ചോദിച്ചു. നമുക്ക് സൗകര്യമുള്ളപ്പോൾ സമയമുള്ളപ്പോൾ കൂടുതൽ ഐറ്റംസ് ചേർത്തിട്ടുള്ളത് ഏതാണോ അത് നമുക്ക് ചെയ്യാം. അതുപോലെ ഹെയർ കെയർ റൊട്ടീൻ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് കുഴപ്പമില്ല, പറഞ്ഞു തരാൻ താല്പര്യമുണ്ട്. പക്ഷേ കുറച്ചുകൂടി ഫാമിലി മെമ്പേഴ്സ് വന്നോട്ടെ, അപ്പോൾ അവർക്ക് കൂടി മനസ്സിലാവുമല്ലോ ചെയ്യുന്നത് എന്തൊക്കെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഇന്ന ദിവസം ഇന്ന പാക്ക് അങ്ങനെയില്ല. എനിക്ക് സമയമുള്ളപ്പോൾ ഏതാണോ അതാണ് കേട്ടോ ഞാൻ തേക്കുന്നത്. ചിലപ്പോൾ സമയക്കുറവാണെങ്കിൽ എന്തെങ്കിലും ജെല്ല് തേക്കും. ചെമ്പരത്തിയുടെ ജെല്ലുണ്ട്, മറ്റേ ഹൈബിസ്കസിൻ്റെ, പിന്നെ കറ്റാർവാഴ ജെല്ല്, പിന്നെ ഫ്ലാക്സ് സീഡ് ജെല്ല്, പിന്നെ ഉലുവയും ഫ്ലാക്സ് സീഡും കൂടിയിട്ടുള്ള ജെല്ല്, ഇങ്ങനെ പലതരത്തിലുള്ള ജെല്ലുകൾ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. ജെല്ല് കൂടുതൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മുടിയുടെ ഒരു വ്യത്യാസം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ. അതുപോലെ ഷാമ്പു ഒന്നും ഉപയോഗിക്കില്ല കേട്ടോ. സോപ്പ് ഷാമ്പു കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യണം. എന്നാലേ നമുക്ക് മുടിയിൽ നാച്ചുറലായിട്ടുള്ള ഈ കളർ നിൽക്കുള്ളൂ കേട്ടോ. കെമിക്കൽ, അതായത് ഈ ഷാമ്പൂവിൽ മിക്കതും കെമിക്കലായിരിക്കും. അപ്പം നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നാച്ചുറലായിട്ടുള്ള മുടിക്ക് ഓരോരുത്തർക്കും നാച്ചുറലായിട്ടുള്ള ഓയിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഓയിലിനെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ നഷ്ടപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമുക്ക് നമ്മുടെ മുടിയിലെ കളറെല്ലാം പോകും. പിന്നെ മുടി പെട്ടെന്ന് തന്നെ നരയ്ക്കാൻ തുടങ്ങും. അപ്പോൾ ഈ ഷാമ്പു ഉപയോഗിക്കുന്നവരുടെ ശ്രദ്ധിക്കട്ടോ, നമ്മൾ മുടി പെട്ടെന്ന് നരയ്ക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതേസമയം നമ്മൾ ഈ ആയുർവേദ പൊടി ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മുടെ മുടി എളുപ്പമൊന്നും നരയ്ക്കില്ല കേട്ടോ. അപ്പോൾ മുടി നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കും. അതേസമയം ഷാമ്പൂ ഒക്കെ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയല്ല അതിൽ കെമിക്കൽ ഉണ്ടാവും അല്ലേ. ഞാൻ സോപ്പ് നെറ്റിൻ്റെ ഉദാഹരണം പറഞ്ഞു അല്ലേ. സോപ്പ് നെറ്റ് ആയുർവേദത്തിൽ പറയുന്ന ഒരു ഇതാണ് കേട്ടോ. സോപ്പ് നെറ്റ് കായാണ്. ആ കായ നമ്മൾ വെള്ളത്തിലിട്ട് പതപ്പിച്ചിട്ട് മുടിയിലൊക്കെ കഴുകാറുണ്ട്, അഴുക്കൊക്കെ പോകും. പക്ഷേ അതിൻ്റെ എണ്ണം കൂടിയാൽ പത കൂടുന്തോറും നമുക്ക് കെമിക്കലിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നം വരും. കെമിക്കൽ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതേപോലെയുള്ള ഒരു പ്രശ്നമാണ് ഈ സോപ്പിനിട്ട് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ അതുപോലും നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. അപ്പോൾ അത്രയ്ക്കും പോകണം എന്നില്ല. നിങ്ങൾക്ക് ഈ നെല്ലിക്കപ്പൊടിയോ പിന്നെ മൈലാഞ്ചിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, ഇത് കൊണ്ടിട്ട് തന്നെ നമുക്ക് നമ്മുടെ മുടി അഴുക്കുകളൊക്കെ കളഞ്ഞ് സിൽക്കിയായിട്ട് എടുക്കാം. ഞാൻ ഒരിക്കലും കണ്ടോ, കുട്ടിക്കാലത്ത് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഷാമ്പു ഒക്കെ തേച്ച് മുടിയൊക്കെ ഇങ്ങനെ പറപ്പിച്ചൊക്കെ ആയിരുന്നു നടന്നിരുന്നത്. നമുക്ക് അത്രയൊക്കെ അറിയില്ലായിരുന്നു. പിന്നീട് അതിൻ്റെ ദോഷങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അത് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്ത് കേട്ടോ. അതുപോലെ അത് സോപ്പ് പിന്നെ ഞാൻ തേക്കാറേ ഇല്ല കേട്ടോ. തലയിൽ സോപ്പ് തേക്കാറേ ഇല്ല. ഷാമ്പു ആണ് ഞാൻ കോളേജിലൊക്കെ പോകുമ്പോൾ തേക്കാറുണ്ടായിരുന്നു. പക്ഷേ അത് അവോയ്ഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ സോപ്പും ഷാമ്പു ഒന്നും ഉപയോഗിക്കരുത്. പകരം നമുക്ക് പലതരം ആയുർവേദ പൊടികൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക. സോപ്പിന് പകരം എന്ത്, ഷാമ്പുവിന് പകരം എന്ത്, ചെളി പോകാൻ എന്താ ചെയ്യേണ്ടത്, മുടി സിൽക്കി ആവാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ, ഓയിലൊക്കെ ഓവറായിട്ടുള്ള ഓയിലൊക്കെ കളയാൻ എന്താ ചെയ്യേണ്ടതെന്നെല്ലാം പ്രത്യേകിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. നമ്മളപ്പോൾ ഈ ഷാമ്പൂൻ്റെ ഉപയോഗക്രമം കുറയുമ്പോൾ തന്നെ നമുക്ക് മുടിയിൽ വ്യത്യാസം വരും. ആദ്യമൊക്കെ പറയുമ്പോൾ ഇത് ഞാനിപ്പോൾ പറയുന്നത് ഇത് ഒരു റിപ്പീറ്റേഷനായിട്ട് തോന്നാം. പക്ഷേ ഇത് പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. പുതിയ ആൾക്കാരെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ മെമ്പേഴ്സിൽ ജോയിൻ ചെയ്ത പുതിയ ആൾക്കാർ, അവർക്കിത് അറിയില്ലല്ലോ. അപ്പോൾ അവർ ആദ്യമേ മുതൽ വീഡിയോ നോക്കണമല്ലോ. നോക്കിക്കോളൂ സൗകര്യം പോലെ. പക്ഷേ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. കാരണം നമ്മൾ ഈ ആദ്യമൊക്കെ ഞാനിങ്ങനെ പറയുമല്ലോ, സോപ്പ് ഉപയോഗിക്കരുത്, ഷാമ്പു ഉപയോഗിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും തോന്നും, പിന്നെ എങ്ങനെ മുടി വൃത്തിയാക്കും,
എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയുന്ന ഈ ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അവർക്ക് തന്നെ റിസൾട്ട് വന്നപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് നല്ല റിസൾട്ടാണ്. സോപ്പും ഷാമ്പൂ ഒന്നും ഉപയോഗിക്കാതെ തന്നെ മുടി വൃത്തിയായിട്ടോ, മുടിയുടെ ടെക്സ്ചർ തന്നെ മാറി. ധാരാളം ഇപ്പോൾ ഇന്നലെ തന്നെ പറഞ്ഞു റിയോ, വളരെയധികം സന്തോഷം കേട്ടപ്പോൾ. മുടിക്ക് നല്ലോണം ഉള്ളു വന്നു എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉള്ളും വരും. മുടിയുടെ ഘടനയിൽ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം തോന്നാം കേട്ടോ. ചകിരി 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 പോലെയുള്ള ഈ നമുക്ക് മുടിയുണ്ടല്ലോ, അതെല്ലാം മാറ്റി നമുക്ക് നല്ല ഭംഗിയിൽ മുടിയാക്കാൻ സാധിക്കും കേട്ടോ. 100% ഉറപ്പാണ്. നിങ്ങൾ യാതൊരുവിധ പൈസ കൂടുതലായിട്ടൊന്നും മുടക്കണ്ട. പിന്നെ ഈ ആയുർവേദ പൊടികൾ അതൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുടക്കേണ്ടി വരും കേട്ടോ. പിന്നെ ഈ ചെടികളുണ്ട്, ആ ചെടികൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അത് നമ്മളുടെ വീടുകളിലും മുറ്റത്തൊക്കെ ഉണ്ടാവുന്നതാണ് കേട്ടോ. പറമ്പുകളിലൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക. അതൊക്കെ കിട്ടുവാണെങ്കിൽ കളയരുത്. നമുക്ക് നമ്മുടെ ഹെയർ പാക്കായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെ തരം ചെടികളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അതുപോലെ തന്നെ ഈ നെല്ലിക്കപ്പൊടി, കുറച്ച് സ്റ്റോക്ക് ചെയ്യേണ്ട ഐറ്റംസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ മുടി കെയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇത്രയും നാൾ പോട്ടെ, ഇത്രയും നാൾ നമ്മൾ അറിവില്ലാതെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് മുതൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. അവോയ്ഡ് ചെയ്യേണ്ടത് എന്താണ്? സോപ്പ്, ഷാമ്പു, പിന്നെ നമ്മൾ ഡ്രയർ ഉപയോഗിച്ചിട്ടുള്ള മുടി ഉണക്കുമല്ലോ, അതും നമ്മൾ അവോയ്ഡ് ചെയ്യുക. കാരണം കൂടുതൽ ഹീറ്റ് തലയ്ക്ക് കൊടുക്കാൻ പാടില്ല കേട്ടോ. തലയ്ക്ക് മുടിക്കൊന്നും കൂടുതലായിട്ടുള്ള ഹീറ്റൊന്നും പാടില്ല. അപ്പം നമ്മൾ വെറുതെ ഒന്ന് എങ്ങനെയാണ് നമ്മൾ കുളി കഴിഞ്ഞ് മുടി ഒന്ന് ചുറ്റി വെക്കുക, തോർത്ത് വെച്ചിട്ട്, ടവലൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഈ വെള്ളം മുഴുവനും ആ തോർത്തിൽ പിടിച്ചിരിക്കും. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് അഴിച്ചിടുമ്പോൾ നമുക്ക് മുടി ഉണങ്ങി കിട്ടും കേട്ടോ. നമ്മളല്ലാതെ ഹെയർ ഡ്രയർ ഉപയോഗിക്കരുത്, ചൂടുവെള്ളം ഒഴിക്കരുത്. തലയിൽ ചൂടായിട്ടുള്ള സംഭവങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ നമ്മൾ കൂടുതൽ ബോട്ടോക്സ് ഒക്കെ ചെയ്യുമ്പോൾ, കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ. നമുക്ക് തലയ്ക്ക് കൂടുതൽ ഹീറ്റ് കിട്ടാത്ത ട്രീറ്റ്മെൻറ്റ് എന്താണോ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീടുകളിലൊക്കെ ചെയ്യാവുന്ന ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെയൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ സാധാരണ രീതിയിൽ ഓവറായിട്ടുള്ള ചൂട് പോലും നമുക്ക് മുടിക്ക് പറ്റില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരിക്കലും ചൂടുവെള്ളം തലയ്ക്ക് ഒഴിക്കരുത് കേട്ടോ. മേത്ത് ഒഴിച്ച് കഴുകിക്കളയാം. അത് ചൂടുവെള്ളമാണെങ്കിൽ ഒന്ന് നമുക്ക് സഹിക്കാവുന്ന ചൂടാക്കിയാൽ മതി. അതല്ലാതെ ഒരുപാട് ചൂടുവെള്ളം പിന്നെ അതിൽ പച്ചവെള്ളം കൂടി മിക്സ് ചെയ്ത് നമ്മൾ മേലൊക്കെ കഴുകുകയാണെങ്കിൽ നമുക്ക് നീരുവീഴ്ച മാറേയില്ല കേട്ടോ. നീരുവീഴ്ച കൂടിക്കൊണ്ടേയിരിക്കും. മിക്കവരും പറയുമല്ലോ, ഭയങ്കര മേലുവേദന, രാവിലെ എണീക്കുമ്പോൾ നടക്കാൻ വയ്യ എന്നൊക്കെ പറയുന്നവരുടെ ശ്രദ്ധയ്ക്ക് എന്താണ്, ചൂടുവെള്ളം ചെറിയ ചൂടിൽ നമ്മൾ മേത്തൊഴിക്കാവൂ കേട്ടോ. ചിലർ കുഞ്ഞു കലത്തിൽ വെള്ളം തിളപ്പിക്കും, എന്നിട്ട് ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ട് ബാക്കിയുള്ള വെള്ളം തണുത്ത വെള്ളം ഒഴിച്ച് കുളിക്കാൻ നോക്കും. പക്ഷേ അത് നമ്മുടെ ശരീരത്തിന് കേടാണ് കേട്ടോ. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുപോലെ തലയിലും അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. മുടിയിൽ ഇങ്ങനെയൊന്നും ചെയ്യരുത്. അതുപോലെ നമ്മൾ ഡയറക്റ്റ് ഫാനിൻ്റെ കാറ്റ് കൊള്ളുമ്പോഴും നീരുവീഴ്ച കൂടും കേട്ടോ. പിന്നെ കാലുവേദന ഉള്ളവർ രാത്രി കിടക്കാൻ നേരം സോക്സ് ഇട്ട് കിടന്നോളൂ. അപ്പോൾ നമുക്ക് കാലുവേദന കുറയ്ക്കാം കേട്ടോ. അതായത് ഫാനിൻ്റെ ഡയറക്റ്റുള്ള കാറ്റ് കൊള്ളുവാണെങ്കിൽ നമുക്ക് കാലുവേദന കൂടുകയുള്ളൂ, നീരുവീഴ്ചയും കൂടും കേട്ടോ. ഫാനിൻ്റെ തൊട്ട് താഴെ ആയിരിക്കില്ലേ നമ്മൾ കിടക്കുന്നത്. ഒന്നില്ലെങ്കിൽ മോസ്കിറ്റോ നെറ്റ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ സോക്സും കാര്യങ്ങളൊക്കെ ഇട്ട് കാലിന് തണുപ്പ് ഏൽക്കാതെ നമ്മൾ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങൾ ഇത് ചെറിയൊരു വിദ്യകളാണ് കേട്ടോ, ഈ പറഞ്ഞു തരുന്നതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. നീരുവീഴ്ചയുള്ളവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പിന്നെ കാലിന് നമുക്ക് നീരായിട്ട് തോന്നുവാണെങ്കിൽ, നീരും മരവിപ്പൊക്കെ തോന്നുവാണെങ്കിൽ ഉപ്പുവെള്ളം, കല്ലുപ്പിട്ട ചൂടുവെള്ളത്തിൽ കാലിറക്കി വെക്കുക കേട്ടോ. ഒരു 10-15 മിനിറ്റ് കാലിറക്കി വയ്ക്കാം. ആ ഉപ്പിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ വാളൻപുളിയുടെ ഇല ഉണ്ടല്ലോ, അത് നീര് വലിച്ചെടുക്കാൻ ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ വാളൻപുളിയുടെ ഇലയും ഇതുപോലെ കല്ലുപ്പിട്ട ചൂടുവെള്ളത്തിൽ കാലിങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കാലുവേദനയ്ക്ക് നല്ല ആശ്വാസം കിട്ടും കേട്ടോ. കാലിൻ്റെ മരവിപ്പിനും ആശ്വാസം കിട്ടും.
അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ. ഇത് അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഛർദിലൊക്കെ മാറാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട വിദ്യകളും ചെറിയ ചെറിയ വിദ്യകളൊക്കെ ഉണ്ടല്ലോ, അത് ചെയ്യാം. പിന്നെ യൂറിൻ പോവാത്തവര്, നമ്മുടെ പ്രായമായ ആൾക്കാര് യൂറിൻ പോകാതെ കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ട്യൂബൊക്കെ ഇട്ടിട്ട് വേണം യൂറിൻ എടുക്കാൻ. അപ്പൊ അങ്ങനെയുള്ളവര്, അതുപോലെ മോഷൻ പോവാത്തവർക്കും കിടന്ന അവസ്ഥയുള്ള ആണെങ്കിൽ പോലും നമ്മൾ ഒരു തോർത്തെടുത്തിട്ട് വെറും വെള്ളത്തിൽ, തണുത്ത വെള്ളത്തിൽ, അതായത് സാധാരണ തണുപ്പിക്കണ്ട, സാധാരണ വരണ വെള്ളത്തിൽ, പച്ചവെള്ളത്തിൽ നമ്മൾ തോർത്ത് മുക്കി നമ്മുടെ അടിവയറിൽ ഒന്ന് വെച്ചു കൊടുക്കാം. അങ്ങനെ വെച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് പോവാത്ത യൂറിൻ അതും പോകും, മോഷനും പോകും കേട്ടോ. ഇതൊക്കെ അനുഭവം ഉള്ളതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് ഇങ്ങനെയൊക്കെ. അപ്പം വെറുതെ പച്ചവെള്ളത്തിൽ തോർത്ത് മുക്കിയിട്ട് അടിവയറിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞവണ്ണം മോഷൻ പോവാത്തവർക്കാണെങ്കിൽ അത് ഗുണപ്രദമാകും കേട്ടോ. അതുപോലെ യൂറിൻ പോവാത്തവർക്കും കേട്ടോ. പിന്നെ മെൻസസ് പീരീഡിൽ വയറുവേദന ഉള്ളവർക്കും അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. വയറുവേദന മാറിക്കിട്ടും. പിന്നെ ഈ വയറുവേദന ഉള്ള സമയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള കാൽസ്യം അയണൊക്കെ നഷ്ടപ്പെടുന്ന സമയമായിരിക്കും മെൻസസ് പീരീഡ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ടോണിക് വാങ്ങിച്ച് കഴിക്കുക. ആയുർവേദത്തിൽ ഈ കാൽസ്യം അയണും കൂടിയിട്ടുള്ള ടോണിക് ഉണ്ട്, അത് മേടിച്ച് കഴിക്കാം കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം കേട്ടോ. ഹോസ്പിറ്റലിൽ കൂടുതൽ കയറി ഇറങ്ങി നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരേ സ്ഥലത്ത് ഒരേ നേരം കുത്തിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് പറ്റും, സൈഡിലൊക്കെ നമുക്ക് അത് പെട്ടെന്ന് അറിയില്ല. നമ്മളിപ്പോൾ ഡെയിലി നമ്മളൊരു സ്ഥലത്ത് ഒരു കസേരയിൽ ഇരിക്കുമ്പോൾ തന്നെ, മരത്തിൻ്റെ കസേരയിൽ ഇരിക്കുമ്പോൾ തന്നെ കുറേ നേരം തുടർച്ചയായിട്ട് ഇരുന്ന് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് ഓരോന്ന് ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് നീർക്കെട്ടും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അതിൻ്റെ വേദന വരുന്നത് പിന്നീടായിരിക്കും. ഇതുപോലെ ഉണ്ട പോലെ ഉണ്ടാവും അവിടെയൊക്കെ സൈഡിലൊക്കെ. അപ്പോൾ അത് ചൂട് പിടിച്ചിട്ട് തന്നെ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരേ നേരം ഒരേ സ്ഥലത്ത് ഇരിക്കാൻ പാടില്ല. ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അത് ഡെയിലി അത് ശീലമായി കഴിയുമ്പോഴത്തേക്കും നമുക്കത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഇതുപോലെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ അസുഖങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും. സംസാരിച്ച് കുറച്ചങ്ങോട്ട് നീണ്ടുപോയി. പക്ഷെ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. നമുക്ക് ഡെയിലി വീട്ടിൽ ഓരോരുത്തർക്കും ഉപയോഗിക്കാവുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഉള്ള ഒരു ഗുണമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് പറഞ്ഞു തന്നതാണ്. പിന്നെ അപ്പോൾ ഞാൻ നാളെ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുത്തച്ഛൻ പറഞ്ഞു തന്ന മരുന്നാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ അല്പം താമരയില് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് നാളത്തേക്ക് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് എള്ളാണ് കേട്ടോ. എള്ള് നമുക്ക് അത്രത്തേക്കൊന്നും വേണ്ട കേട്ടോ. കുറച്ച് എള്ള് കേട്ടോ, 1-2 സ്പൂൺ എള്ളെടുത്താൽ മതി. അതൊന്ന് കഴുകിയിട്ട് ഇതിൻ്റെ കൂടെ ഇടാം. ഈ താമരയിലയുടെ കൂടെ ഇട്ട് കുതിർത്തി വയ്ക്കാം. എന്നിട്ട് പിന്നെ ഇരട്ടി മധുരം കേട്ടോ, ഇരട്ടി മധുരം, അതുപോലെ തന്നെ ആംല, നെല്ലിക്കപ്പൊടി കേട്ടോ, അതുപോലെ മൈലാഞ്ചി, ഈ 3 കൂട്ടങ്ങൾ മൈലാഞ്ചി. അപ്പോൾ ഈ 3 കൂട്ടം, അപ്പോൾ ഇത് ഞാൻ മിക്കവാറും ദിവസം ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് ബൾക്കായിട്ട് സ്റ്റോക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. 100 വെച്ച് മതിയാവില്ല. അപ്പം ഞാൻ മിക്കവാറും ദിവസം എനിക്ക് ഓരോ പാക്ക് ഞാൻ ഇതുപോലെ ഉപയോഗിക്കുന്ന കാരണമാണ് കേട്ടോ ഈ ബൾക്കായിട്ട് ഇങ്ങനെ മേടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് എന്താണ് അങ്ങനെ ബൾക്കായിട്ട് എവിടെ നിന്നാണെന്നൊക്കെ ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടിട്ടാണ്. അപ്പം നാളെ ഞാനിത് ഉപയോഗിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ കുതിർത്തി വെച്ച സംഭവം താമരയല്ലി കേട്ടോ, ഈ താമരയല്ലിയുടെ കൂടെ നമ്മൾ എള്ളും കേട്ടോ, താമരയല്ലി, എള്ള് കണ്ടോ, പിന്നെ ഈ പറഞ്ഞ ഈ സംഭവങ്ങൾ ഇതൊക്കെ അരച്ച്, അതായത് താമരയല്ലിയും എള്ളും നമുക്ക് നന്നായിട്ട് അരയ്ക്കാം. ഒന്നില്ലെങ്കിൽ കല്ലിൽ വെച്ചരയ്ക്കാം, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ വെച്ചരയ്ക്കാം. എന്നിട്ട് ഇത് പിന്നെ ഈ ഇരട്ടി മധുരവും അതുപോലെ മൈലാഞ്ചിയും നെല്ലിക്കയും കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തിട്ട്, പണ്ടൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് ഇടിച്ചിട്ട് അരച്ചെടുത്തിരുന്ന വെള്ളം ചേർത്തൊക്കെ. ഇന്നിപ്പോൾ നമുക്ക് എല്ലാം പൊടികളായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിത് അരച്ച് ഉണ്ടാക്കുന്ന പേസ്റ്റാണ് നാളെ തേക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ തേക്കുന്ന പേസ്റ്റ് ഞാൻ കാണിച്ചു തരാം നാളെ കേട്ടോ.
അപ്പോൾ ഇതുപോലെ നമുക്ക് മാറി മാറി ഈ ഓരോ പാക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഇത് തേക്കുമ്പോൾ മുടി നമുക്ക് ധാരാളം വളരും കേട്ടോ. ഡെയിലി ഡെയിലി മുടി വളരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ പാക്കാണ് ഞാൻ 8ാം ക്ലാസ് മുതൽ തേച്ചിരുന്നു എന്ന് പറഞ്ഞ പാക്ക്. മുത്തച്ഛൻ പറഞ്ഞു തന്ന പാക്കാണ് കേട്ടോ. അപ്പം മുടി കൊഴിച്ചിലുണ്ടാവില്ല, മുടി നന്നായിട്ട് വളരും. കിട്ടുന്നവർ, താമരയിലൊക്കെ കിട്ടുന്നവർ അങ്ങനെ ഉപയോഗിച്ചോളൂ. ഒന്നില്ലെങ്കിൽ നമുക്ക് 2-3 താമരയെങ്കിലും അതിന് വേണ്ടി വാങ്ങിക്കാം. എന്നിട്ട് അതിൻ്റെ അകത്ത് താമരയില പച്ച ഉണക്കണമെന്നില്ല. ഞാനിത് ഉണക്കി വെക്കുന്നത് ഒരുപാട് കിട്ടിയതുകൊണ്ട് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഓൺലൈനിലോ അല്ലെങ്കിൽ കടകളിലൊക്കെ മേടിക്കുന്നത് ഇതുപോലെ ഉണങ്ങിയതായിരിക്കും കിട്ടുന്നത്. ഇനി പച്ചയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ പച്ചയിലും നമുക്ക് ഇതുപോലെ അരച്ച് തേക്കാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എല്ലാവരും ഭംഗിയായിട്ട് മുടി നോക്കുക, കെയർ ചെയ്യുക, മടി വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ അന്നന്ന് ചെയ്യുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ ചെയ്യാം കേട്ടോ. പിറ്റേ ദിവസത്തേക്ക് വെക്കരുത് കേട്ടോ. അപ്പോൾ കൂടുതൽ കോസ്റ്റ്ലി ഉള്ള എണ്ണകൾ കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് നമ്മുടെ മുടി ഭംഗിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. മുടി കൊഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞ് ദുഃഖിക്കേണ്ട. നമ്മുടെ ഈ പാക്കും ട്രീറ്റ്മെൻറ്റും നിങ്ങൾ ഉപയോഗിച്ചോളൂ. നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട്, നിങ്ങൾ കറക്റ്റ് ഉപയോഗിക്കണം, നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് അതിൻ്റെ മാറ്റം വരും. മുടി കൊഴിച്ചിൽ നിൽക്കും കേട്ടോ. അതായത് മുടി പിടുത്തുക, പിന്നിക്കേട്ട. അപ്പം തന്നെ നിങ്ങൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ തന്നെ തലേ ദിവസം കൊഴിഞ്ഞു പോകുന്ന മുടിയുടെ എണ്ണവും പിറ്റേ ദിവസത്തെ എണ്ണയും നോക്കിക്കോളൂ. എണ്ണം കുറവായിരിക്കും. അങ്ങനെ കുറഞ്ഞ് നമുക്ക് മുടി കൊഴിച്ചിലും നിർത്താൻ പറ്റും കേട്ടോ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.